എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? നമുക്കൊരു സംവാദത്തിൽ ഏർപ്പെടാം. വരൂ. ഓ അതിനെന്താ? ഈ കൂട്ടത്തിലെ നിയമസഭാ സാമാജികൻ എച്ച് സലാമാണ്. അദ്ദേഹത്തിനാണ് ആ വിഷയത്തിൽ കൂടുതൽ ആധികാരികമായി അറിവ് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. അദ്ദേഹം പറഞ്ഞതിനകത്ത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്താ? മുങ്ങണം. ഇതൊക്കെ ഇങ്ങോട്ട് ഓടിക്കയറുന്ന ആലോചിക്കണമായിരുന്നു. എന്താണ് അടിയന്തര പ്രമേയം? എന്താണ് സബ്മിഷൻ? സബ്മിഷനും അടിയന്തര പ്രമേയവും ഒരേ ത്രാസിൽ തുലനം ചെയ്യേണ്ട കാര്യങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ അടിയന്തര പ്രമേയം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനാണ്. താൻ പറയില്ലല്ലേ? അറിഞ്ഞാലേ പറയാൻ പറ്റൂ. ഒരു സംസ്ഥാനത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ആ വിഷയം സഭയ്ക്കകത്ത് ചർച്ചയാകുവാനും അതിന് അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് ആ ചർച്ചയിൽ പങ്കെടുക്കുവാനും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് അടിയന്തര പ്രമേയം. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ നെഞ്ചിനകത്തൊരു പുക. അതിന് അടിയന്തര പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. അതിന് ഏത് തരത്തിലാണ് താങ്കൾക്ക് സബ്മിഷൻ എന്ന് പറയുന്ന മറ്റൊരു വ്യവസ്ഥയുമായിട്ട് താരതമ്യപ്പെടുത്തുവാൻ കഴിയുക? ഒന്നാമത്തെ പ്രശ്നം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. താങ്കൾ പറഞ്ഞു മെനങ്ങാനത്തെ ദിവസം ബ്രഹ്മപുരം വിഷയം ചർച്ച ചെയ്തു. ഇന്നലെയും അതേ വിഷയം തന്നെ ആവർത്തിക്കപ്പെട്ടു. അതുകൊണ്ടാണ് സ്പീക്കർ അനുമതി നിഷേധിച്ചെന്ന് പറഞ്ഞു. താങ്കൾ ഇന്നലെ നിയമസഭയിൽ പങ്കെടുത്ത ഒരാളല്ലേ? എന്നിട്ട് ഈ കള്ളം വന്നിരുന്നത് ചാനലിൽ പറയാമോ? അവന്റെ സമനില തെറ്റിയിരിക്കുക. ഇന്നലെ അവതരിപ്പിച്ച വിഷയം എന്താ? ഇന്നലെ അവതരിപ്പിച്ച വിഷയം ബ്രഹ്മപുരം വിഷയമല്ല. ഇന്നലെ ബ്രഹ്മപുരത്തെ അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാട് ഒപ്പും. ബ്രഹ്മപുരം തീപിടുത്തം ഞാൻ ഒന്ന് പറഞ്ഞു പൂർത്തീകരിക്കണം. ബ്രഹ്മപുരം തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചി കോർപ്പറേഷനിൽ എല്ലാ കൗൺസിലർമാർക്കും അടിയന്തര പ്രാധാന്യത്തോടു കൂടിയിട്ടുള്ള നോട്ടീസ് കൊടുത്ത് കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തു. അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം. അതെ, കാര്യമുണ്ട്. ആ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധിച്ച UDFന്റെ കൗൺസിലർമാർ ആ കൗൺസിലർമാർക്ക് നേരെ കൗൺസിൽ ഹാളിന്റെ വാതിക്കൽ വെച്ച്, അതായത് കോർപ്പറേഷൻ അകത്തിട്ട് അതിക്രൂരമായി പോലീസുകാർ മർദ്ദിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ല. പോയിട്ട് രണ്ടെണ്ണം കൂടി ആയിരിക്കും. അപ്പൊ ഓർമ്മ വരും കേട്ടോ. ഒരു കൗൺസിലർ, അതിനകത്ത് ഒരു കൗൺസിലർക്ക് ഇന്നലെ ആയിരുന്നു ശസ്ത്രക്രിയ പൂർത്തീകരിച്ചത്. ഒരു കൗൺസിലർ ടിബിൻ ദേവസി എന്ന് പറയുന്ന ഒരു കൗൺസിലർ, അയാളുടെ തല പൊട്ടി 11 സ്റ്റിച്ചാണ്. ഞാൻ പറഞ്ഞതെല്ലാം മഹേന്ദ്രന് മനസ്സിലായല്ലോ അല്ലേ? ഒരു വനിതാ കൗൺസിലറുടെ കൈയൊടിഞ്ഞു. ഇതടക്കമുള്ള പോലീസ് നരനായാട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നലെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. മെനങ്ങാത്ത ദിവസം TJ വിനോദ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയം എന്തായിരുന്നു? ആ അടിയന്തര പ്രമേയം ബ്രഹ്മപുരം വിഷയത്തിനകത്തെ മാലിന്യവുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ സംഭവിച്ചു എന്നതിനെ പറ്റിയിട്ടായിരുന്നു. ഇത് രണ്ട് വിഷയമല്ലേ? അവൻ പറഞ്ഞ നേരാ. നിങ്ങൾ കേരളത്തിൽ ഒരേ സ്വഭാവമുള്ള എത്രയോ വിഷയങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവരികയും അന്നെല്ലാം കേരള നിയമസഭ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അടിയന്തര പ്രമേയ അവതരണാനുമതി തന്നെ നിഷേധിക്കുന്ന അസാധാരണമായ സാഹചര്യമായിരുന്നു ഒന്നുണ്ടായിരുന്നത്. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന എത്ര വിഷയങ്ങൾ ഞാൻ പറഞ്ഞു തരണം. അതവിടെ നിൽക്കട്ടെ. അപ്പോ ഇത് രണ്ട് വിഷയമായിരുന്നു. താങ്കൾ പറഞ്ഞ മറ്റൊരു പിഴവ്, അതായത് റൂൾ 300. എന്താ റൂൾ 300ന്റെ പ്രത്യേകത? എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. റൂൾ 300 ഒരു ഇമ്മ്യൂണിറ്റി ഉള്ളതാണ്. അതായത് ഒരു മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ സംസാരിക്കാം, ഒരിടപെടലും പാടില്ല. ആ സ്ഥാനത്ത് അടിയന്തര പ്രമേയത്തിൽ ആണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നതെങ്കിൽ അതിനുശേഷം പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാം. സന്തോഷായി, നല്ല സന്തോഷമായി. ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച അംഗത്തിന്റെ ചോദ്യങ്ങൾ അവിടെ ഉണ്ടാകും, പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അതിനൊക്കെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരും. അപ്പൊ ഉത്തരം മുട്ടുന്ന ഒരുപാട് ചോദ്യങ്ങൾ വരുമെന്നുള്ളത് കൊണ്ടല്ലേ. എന്നെ സംശയിക്കരുത്. അതല്ല, ബ്രഹ്മപുരം വിഷയത്തിനകത്ത് നിങ്ങൾക്ക് ഒളിക്കുവാനും മറയ്ക്കുവാനും ഒന്നുമില്ല. അവിടെ സ്വാഭാവികമായ ഒരു മാലിന്യക്കൂമ്പാരം ഉണ്ടായി. ആ മാലിന്യക്കൂമ്പാരത്തിനകത്ത് അത് നീക്കം ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ വളരെ സുതാര്യമായിട്ടൊരു കമ്പനിയെ കൊണ്ടുവന്നു. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. ആ കമ്പനി അവിടെ നീക്കുന്നതിനിടയിൽ എന്തോ അപകടകരമായ രീതിയിൽ ഒരു തീപിടുത്തമുണ്ടായി. അപകടമാണ്. അങ്ങനെ ഒരു വിഷയമാണെങ്കിൽ എന്തിനാ സർക്കാർ ഒളിച്ചോടുന്നത്? ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ എന്തായി? ഞാൻ വാപ്പിലായി. അപ്പൊ ഇത് അപകടമല്ല. സർക്കാരിന് ഒളിച്ചോടുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. ഒന്നാമത്തെ കാര്യം, ഈ കമ്പനി നിങ്ങളുടെ മുന്നണിയുടെ മുൻ കൺവീനറായ CPMന്റെ സമുന്നതനായ നേതാവായ വൈക്കം വിശ്വന്റെ മരുമകന്റെ കമ്പനിയാണ്. ഒന്നാമത്തെ പ്രശ്നം. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. ഇനിയും ഈ സോണ്ട ഇൻഫ്രാടെക് എന്ന് പറയുന്ന കമ്പനി ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്ത കമ്പനി ഒഴിവാക്കി സാങ്കേതികത്വം പറഞ്ഞ് സോണ്ട ഇൻഫ്രാടെക് എന്ന് പറയുന്ന കമ്പനി വരുന്നു. അത് പെട്ടെന്ന് വരികയല്ല. ഇന്ന് അടുത്ത തെളിവ് ടോണി ചമ്മണി തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി നെതർലൻഡ്സിൽ സന്ദർശനം നടത്തുമ്പോൾ ഈ കരാർ ലഭിക്കുന്നതിന് കൃത്യം 3 ദിവസം മുൻപ് ഈ കമ്പനിയുടെ CEOയും ഈ കമ്പനിയുടെ ഇന്റർനാഷണൽ ഹെഡും കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും എല്ലാം കോട്ടിട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം വന്നു. ആ ചിത്രം വന്ന് 2ാമത്തെ ദിവസമാണ് ഇവർക്ക് കരാർ കിട്ടുന്നത്. ആ കമ്പനി ഈ കമ്പനിക്ക് തന്നെ കരാർ കൊടുക്കണമെന്ന് പറഞ്ഞു. ഒന്ന് മനസ്സിലാക്കണം, ഇത് കോർപ്പറേഷൻ സബ്ജക്റ്റ് ആണ് എന്ന് സ്പീക്കർ തന്നെ പറയുന്നു. കോർപ്പറേഷൻ സബ്ജക്റ്റ് ആണ് എങ്കിൽ ആ വിഷയത്തിനകത്ത് ടെൻഡർ വിളിക്കാനുള്ള എന്ത് അവകാശമാണ് KSIDC ഉള്ളത്?
ഒറ്റ പിടവച്ചെന്നാലുണ്ടല്ലോ പൂക്കൃത്രം കാണിച്ചാൽ പോരാ പിന്നെ എന്താ ഉരുണ്ട് കളിക്കുക. അപ്പൊ KSIDC ടെൻഡർ വിളിക്കുന്നതിനകത്ത് എന്തോ ഒരു താല്പര്യമുണ്ട്. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖി ഒളിച്ചു കളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. ഇവിടെ ഷാനി, അതെ, ഞാനത് മറുപടി പറയാതെ പോകുന്നത് ശരിയല്ല. അദ്ദേഹം പിന്നെ ആവർത്തിക്കുകയാണ് രമയുടെ വലത് കൈക്ക് കുഴപ്പമില്ലായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ മെഡിക്കൽ കോളേജിലുള്ള അസ്ഥിരോഗ വിദഗ്ധൻ, ആ അസ്ഥിരോഗ വിദഗ്ധനാണ് സർക്കാർ ശമ്പളം പറ്റുന്ന വീണ ജോർജിന്റെ വകുപ്പിന് കീഴിലുള്ള അസ്ഥിരോഗ വിദഗ്ധനാണ് KK രമയ്ക്ക് പ്ലാസ്റ്റർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ അസ്ഥിരോഗ വിദഗ്ധനേക്കാൾ വലിയ എല്ലുരോഗ വിദഗ്ധനാണോ ഈ H സലാം? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിന്റെ മേധാവിയായിട്ട് നാളെ തൊട്ട് ഡോക്ടർ H സലാം, ഓർത്തോ സർജൻ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ട് ഇദ്ദേഹം പോയിരിക്കട്ടെ. ഒരു ഓർത്തോ സർജൻ ഈ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാലും നിങ്ങളുടെ സർക്കാർ ആശുപത്രി, ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലല്ല, ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു ഓർത്തോ സർജൻ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു സഹപ്രവർത്തകയല്ലേ, പല രാഷ്ട്രീയമായിക്കോട്ടെ, നിങ്ങൾ അവരുടെ ഭർത്താവിനെ പുറകെ പോയി വെട്ടിക്കൊന്ന രാഷ്ട്രീയമുള്ളവരാണ്. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. കൊന്നതിന് ശേഷവും നിങ്ങൾ ആ സ്ത്രീ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊന്നതിന് ശേഷവും കുലംകുത്തി ആയിരിക്കും എന്ന് പിണറായി വിജയൻ പറഞ്ഞ ആളുടെ വിധവയാണ്. ആ സ്ത്രീയെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്? മനുഷ്യനെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. അവർക്ക് പരിക്ക് പറ്റി എന്നൊരു സർക്കാർ ഡോക്ടർ തന്നെ സ്ഥിരീകരിക്കുമ്പോ നിങ്ങൾ അതിനകത്ത് പിന്നെയും അതിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് വേറെ എന്തൊക്കെയോ താല്പര്യങ്ങളില്ലേ? അതിനു മുമ്പ് ഈ രാഹുൽ മാൻകൂട്ടത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതില് ഈ അവിടുത്തെ കോർപ്പറേഷൻ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കത്ത് കൊടുത്ത UDF കൗൺസിലർമാരാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ എന്നിട്ട് അവരെ പോലീസ് അതിൽ പങ്കെടുത്തപ്പോൾ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. പൂർണ്ണമായ പച്ചക്കള്ളം ഈ പറഞ്ഞ പോലെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ ഒന്നുമല്ല അവിടുത്തെ ഉണ്ടായ സംഭവം. എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് എന്നാ പറ്റിയേ? പിന്നെ ബ്രഹ്മപുരം തീപിടുത്തത്തിന് കാരണക്കാരാണ്. ഇതിന് മരുന്നില്ല. അതിന്റെ ഒരു നാൾ വഴി നിങ്ങൾ നോക്ക്. ഇന്നലെയോ 1-2 വർഷത്തെ മാലിന്യമാണോ? നാൾവഴിയിലല്ല കത്തിയത്, ഇപ്പോൾ മനഃപൂർവ്വം ആരോ തീയിട്ടത് കൊണ്ടാണ് കത്തിയത് എന്ന ആക്ഷേപം കോർപ്പറേഷന് പോലും ഉണ്ടെന്ന് തോന്നുന്നു. ശ്രീ സലാം, പരിശോധിക്കാൻ വേണ്ടി കമ്പനി മുതലാളിക്ക് തന്നെ മുഖ്യമന്ത്രി ഇന്ന് അന്വേഷണം പ്രഖ്യാപിച്ചതും അതിലാണ്. അതുകൊണ്ട് അതിൽ സമയം കളയണമെന്നില്ല. സർക്കാരിന് പോലും അക്കാര്യത്തിൽ തീർപ്പ് പറയാൻ കഴിയാത്തതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി ഇന്ന് ഈ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്. അങ്ങനെ സർക്കാരിന് തന്നെ ഇതിൽ പ്രശ്നങ്ങളുണ്ട്, കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. വിശദമായി 300 ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി 13ാമത്തെ ദിവസമാണെങ്കിലും സഭയിൽ പ്രസ്താവന നടത്താൻ മാത്രം പ്രാധാന്യമുള്ള വിഷയമാണ് എന്ന് സമ്മതിക്കേണ്ടി വരികയും എന്നിട്ട് അതിന്റെ പേരിൽ പ്രതിപക്ഷത്തെ ആക്ഷേപിക്കുകയും നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണ് എന്ന തരത്തിലുള്ള തീർത്തും അരാഷ്ട്രീയമായ പരാമർശങ്ങൾ ഒരാവശ്യവുമില്ലാതെ പൊതുമരാമത്ത് മന്ത്രി സഭയിൽ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനാണ്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഞാൻ പറയാമെന്ന കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ ഷാനി ചോദിച്ചു ഉത്തരം ഞാൻ പറയാം. വെറുതെ ആളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞപ്പോ എനിക്ക് അതിന് മറുപടി പറയാം. പക്ഷെ അതിന് മുൻപ് താങ്കളുടെ പാർട്ടി ഇപ്പോൾ ഏത് നിലപാടിൽ എത്തി നിൽക്കുന്നു, താങ്കളുടെ മുഖ്യമന്ത്രി ഏത് നിലപാടിൽ എത്തി നിൽക്കുന്നു എന്നൊരു ബോധമുണ്ടാകുന്നത് നല്ലതാണ്. ഇളകും തന്റെ വയറ്, അല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. ഏത് നിലപാടിലാണ്? അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. മനോരമയുടെ നിലപാടൊക്കെ വിട്ടേക്കൂ ശ്രീ സലാം. പൊന്നു മോനെ, ഈ മുത്തശ്ശിയുടെ മുഖത്തൊന്ന് നോക്കണ. അത് പരിശോധിക്കും. ഇതുവരെ ഉള്ള വിവരങ്ങൾ വെച്ചിട്ട് പൂർണ്ണമായി പരിശോധിച്ച് ആരാണ് ഇതിന്റെ ഭാഗമായി തെറ്റിന്റെ ഭാഗത്തുണ്ടായിരുന്നവർ കൃത്യമായി പരിശോധിച്ച് റിപ്പോർട്ട് പുറത്തു വരുമല്ലോ. വരട്ടെ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.